മനോഹരമായ കമ്പവലി മത്സരമാണ്. ഞങ്ങൾ ഫുള്ള് ഗേൾസ് ആണല്ലേ, ബോയ്സ് ആരും ഉണ്ടായിട്ടാ. സാറില്ല പോട്ടെ പോട്ടെ പോട്ടെ. Hello guys, good morning. സമയം 6:22. എൻ്റെ മൈലാഞ്ചി കളയാൻ വേണ്ടി ഇന്നാണ് ഹൽദി നമ്മളെ. നോക്കും ഇനിയിപ്പോൾ എൻ്റെ മൈലാഞ്ചി കളയണം. മൈലാഞ്ചി കളഞ്ഞിട്ട് പിന്നെ വിശക്കുന്നുണ്ട്, എന്തെങ്കിലും കുടിക്കണം. ഇന്നലെ രാത്രി മൈലാഞ്ചി ഇട്ടതുകൊണ്ട് തന്നെ എന്താ നമുക്ക് മേക്കപ്പിൽ അങ്ങനെ തന്നെയുണ്ട്. അങ്ങനെ കിടന്നതാണ്, ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രി 12 മണിക്കാണ് മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞത്. അപ്പോൾ ഇന്ന് ഹൽദിയാണ്. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്, ഞങ്ങൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് UK-ന്ന് കല്യാണം കൂടാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഓൾ മാത്രമല്ല, എനിക്ക് 2 ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. ഒരാൾ അയർലൻഡിലുണ്ട്, ഒരാൾ UK-യിലാണ്. അയർലൻഡിലുള്ള ആൾ ഹിബേൻ്റെ വിസ ശരിയാവാത്തതുകൊണ്ട് ഒക്കെ ലാസ്റ്റ് നിമിഷം വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അവളെ വിസ എക്സ്പയർ ആവാനായി. അപ്പോൾ അത് ഇതുവരെ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് മാത്രമാണ് സ്റ്റക്കായി പോയത്. പിന്നെ ജ്യോതി ഇന്ന് രാവിലെ 7:50 കാഞ്ഞങ്ങാട് എത്തും. അപ്പം അവൾ അവിടെ നിന്ന് വരും, കൂട്ടാൻ എൻ്റെ കസിനെല്ലാം പോവും. അപ്പോൾ എനിക്ക് പോകണമെന്നുണ്ട്. എൻ്റെ പണിയെല്ലാം അപ്പോഴത്തേക്ക് ഒരുങ്ങിയാൽ എനിക്ക് പോകണമെങ്കിൽ കുറേ പണിയുണ്ട്. മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ 10 മണിയാകുമ്പോൾ ഇവിടെ എത്തും. നമുക്ക് 3 മണിക്കാണ് ഹൽദീൻ്റെ ഫങ്ഷൻ വരുന്നത്. അപ്പോൾ ഞാനും ജ്യോതിയും തമ്മിൽ, ഞാനും ഹിബയും ജ്യോതി രണ്ടാളും 2 വർഷമായി കണ്ടിട്ട്. ജ്യോതിയും ഞാനും ബാംഗ്ലൂരിൽ ഒരുമിച്ചിട്ട് വർക്ക് ചെയ്യുന്നത് നമ്മൾ ഒരുമിച്ചാണ്. ഞങ്ങൾ 2017 മുതൽ ഒരുമിച്ച് പഠിക്കുന്നതാണ്. അപ്പം മണിപ്പാലിൽ അങ്ങനെയുള്ള ആടം തൊട്ട് മുതൽ ഇപ്പം വരെ പിന്നെ അപ്പോൾ 2 വർഷമായി നമ്മൾ കണ്ടിട്ട്. അപ്പം ലാസ്റ്റ് ജ്യോതി ഇങ്ങോട്ടേക്ക് വന്നത് ഐശ്വര്യേച്ചിൻ്റെ കല്യാണത്തിനാണ്. അതിന് ശേഷം വന്നിട്ടില്ല. അതിന് ശേഷം നമ്മൾ ബാംഗ്ലൂരുള്ളതിന് ശേഷം അവൾ UK പോയി, ഞാൻ സിംഗപ്പൂരിൽ പോയി. അപ്പം അങ്ങനെയാണ്. പിന്നെ അപ്പം ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അങ്ങനെ കുറേ കാലമായി നമ്മളെ നേരിട്ട് കണ്ടിട്ട്. അല്ലെങ്കിൽ ഹിബ കൂടി ഇന്ന് എത്തേണ്ട സമയമാണ്. ഹിബക്ക് ലാസ്റ്റ് നിമിഷം വരെ ഞങ്ങൾ പ്രതീക്ഷിച്ചു വിസ ശരിയാവുമെന്ന്. പക്ഷെ ശരിയായിട്ടില്ല. പക്ഷേ ഹിബൻ്റെ ഉമ്മയും അനിയനും കൂടി വരും എന്തായാലും. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം നമുക്ക് ഇനി ഇപ്പം ഇന്ന സമയം 6:30 ആവാനായി. അപ്പം നമുക്ക് കുറച്ച് കഴിഞ്ഞപ്പാട് നമുക്ക് ജ്യോതിനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോവാം. ഞാൻ പോയിട്ടെങ്കിലും ആരെങ്കിലും ആയിട്ട് ജ്യോതി ഇങ്ങോട്ടേക്ക് ആ ടൈം ആകുമ്പോൾ എത്തും. ചോത്തു പക്ഷെ ഇനിയും കുറച്ച് ചോക്കാനുണ്ട്. ഇത്ര ക്ഷീണം നമ്മളെ ഇന്നത്തെ സ്റ്റേജാണിത്. എങ്ങനെയുണ്ട് ചേച്ചിയുടെ ഹൽദി? കുറേ കാലമായി ഇത്ര രാവിലെ എണീച്ചിട്ട്. ഹലോ ഗൈസ്,
എനിക്ക് തലക്ക് കുളിക്കാനുണ്ട്, പിന്നെ തലയൊക്കെ ഒന്ന് സെറ്റാക്കാനുണ്ട് അവള് വരുമ്പോഴത്തേനും. അപ്പം തലക്ക് കുളിക്കാനുണ്ട്, പിന്നെ തല എന്നിട്ട് അപ്പോഴത്തേക്കും കുറച്ച് ഡ്രൈ ആക്കണം, പിന്നെ ഫുഡ് കഴിക്കണം, പിന്നെ എല്ലാവരും ചില്ലറ പരിപാടിയെല്ലാം ഉണ്ട്. ഓക്കെ, കാരണം എൻ്റെ കസിൻസ് എല്ലാം ഇപ്പോൾ വരും. ഒരാളിവിടെ ഉണ്ട്, കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇന്നലെ എല്ലാവരും മൈലാഞ്ചിയെല്ലാം വെച്ച് കിടക്കുമ്പോൾ തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ ഇതിനൊക്കെ നല്ല ക്ലാസ് ഉണ്ടായിന്. അപ്പം മണിപ്പാലിൽ നിന്ന് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നല്ല ലേറ്റായി. അതുകൊണ്ട് ഓളിന്നിപ്പോൾ രാവിലെ വരും. ഹൽദീൻ്റെ കുറച്ച് പാട്ടും ഡാൻസും പരിപാടീസെല്ലാം ഒന്ന് ഷോർട്ട് ലിസ്റ്റ് ആക്കിയിട്ട് ഒന്ന് സെറ്റാക്കാനുണ്ട് നമുക്ക് അതിൻ്റെ പരിപാടി. പിന്നെ പിള്ളേരെല്ലാം കൂടിയിട്ടൊന്ന് ഡാൻസ് പ്രാക്ടീസ് ചെയ്യണം. അറ്റ് ലാസ്റ്റ് ഞാൻ മേക്കപ്പിന് കയറിയാൽ പിന്നെ എനിക്ക് പറ്റൂല. ഇതൊക്കെ നമ്മുടെ ഫോട്ടോ ബൂത്ത് ആണ്, ഫോട്ടോ എടുക്കാനുള്ള സ്പേസ് ആക്കിയത്. ഇനി നമ്മളെ മറ്റേ ഉരുളി വരാനുണ്ട്. ഉരുളി ഈ ഷോട്ട് ഇന്നിനി കിട്ടിയാലായി, ഇനി നിറച്ച ആൾക്കാരായിരിക്കും. ഉള്ളിലേക്കൊന്നും കാണുന്നില്ല അല്ലേ? ഉള്ളിലേക്കൊന്നും കാണുന്നില്ല. അവിടെ തൊട്ട് പറ്റിക്കുവേണ്ട എന്റെ സാധനമായിട്ട് ഞാൻ വരണ്ടേ? അവിടെയാണോ ഇന്ന് വൈകിട്ട് പരിപാടി? അമ്മേ താലപ്പൊലി എങ്ങനെയുണ്ട് നാളത്തെ ടെമ്പിൾ? തിരിക്കറ ഓ ശരി. അമ്മേ നോക്ക്, യോ ആക്ക്, യോ അമ്മേ, യോ അമ്മേ, അമ്മേ അമ്മ ഇങ്ങനെ ആക്കമേ, അമ്മേ ഏമ്മേ അങ്ങനെ ശ്രേയയാണ്, എൻ്റെ ഫ്രണ്ട് ശ്രേയാണ് കേട്ടോ എന്നെ മേക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ അവൾ വന്നു. നാളെ ടെമ്പിൾ ഷൂട്ടിൻ്റെ സാരി ഡ്രൈപ്പ് ചെയ്യുന്നുണ്ട് അവൾ. അപ്പോൾ ആ ടൈം കൊണ്ട് ഞാൻ ഇനി മേക്കപ്പിന് കയറി തുടങ്ങിയാൽ പിന്നെ എന്തായാലും പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മൾ ഡാൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുവാണ്. സോ അപ്പോൾ ശ്രേയാന്ന് എന്നെ മേക്കപ്പ് ചെയ്യുന്നത്. അവളെൻ്റെ ഫ്രണ്ടാണ്, കൂടെ പഠിച്ചതാണ്. പോരാത്തതിന് എൻ്റെ ഒരു റിലേറ്റീവ് കൂടിയാണ് അവൾ. അങ്ങനെയാണ് കാര്യങ്ങൾ. കുഞ്ഞു ഡാൻസ് കളിക്കുന്നില്ലേ? നീ കളിക്കുന്ന? ആ ഞാൻ കളിക്കുന്നത്. അപ്പോൾ ഇതാണ് ശ്രേയ. ശ്രേയനോട് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. കാരണം
അത്രയും അടിപൊളിയായിട്ടാണ് ഓൾ എനിക്ക് മേക്കപ്പ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. അത് പോരാത്തതിന് വന്നവരും പോയവരും എല്ലാവരും മേക്കപ്പിനെ പറ്റി ഭയങ്കര നല്ല അഭിപ്രായം, കാണാനും നല്ല ഉണ്ടായിരുന്നു. എല്ലാം കൊണ്ട് ശ്രേയൻ്റെ മേക്കപ്പ് അടിപൊളി ഉണ്ടായിരുന്നു. സോ എൻ്റെ ഹൽദീൻ്റെ ലുക്ക് ഒന്നുകൂടി എൻഹാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ മേക്കപ്പിലൂടെ മാത്രമാണ്. പക്ഷെ ലാസ്റ്റ് അത് പിന്നെ ഈ വീഡിയോ ഫുള്ള് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ലാസ്റ്റ് മേക്കപ്പൊക്കെ കൊളാക്കി കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ എൻ്റെ ഹൽദീൻ്റെ വ്ലോഗ് ഞാൻ മിക്കതും റോ ആയിട്ട് തന്നെയാണ് ഇടാൻ ശ്രമിച്ചിട്ടുള്ളത്. സോ എല്ലാവരും കണ്ടു നോക്കുക. ഇതിൽ എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ അങ്ങനെ എൻ്റെ ആവശ്യം എനിക്ക് വന്നിട്ടില്ല. സോ ഏകദേശം ഇത് റോ ആയിട്ടാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ആക്ച്വലി എനിക്ക് എല്ലാം കൂടിയിട്ട് ഒറ്റ വ്ളോഗ് ആക്കാനായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഭയങ്കര ലെങ്തായി പോയി വീഡിയോ. സോ അതുകൊണ്ടാണ് ഞാൻ ഹൽദി വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചത്. ടെൻഷനാണ് കേട്ടോ. ബ്രൈഡിന്റെ മെയിൻ പരിപാടിക്ക് ചെയ്യുന്ന അതല്ലേ സേവ് ദ ഡേറ്റ് അങ്ങനെയാണ് ചെയ്തത്. അത് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഫെബ്രുവരി 7-ാം തീയതി എൻഗേജ്മെന്റിന് കൺഫേം ആവുന്നത്. എന്റെ തുടക്കം ഇവിടെ തുടക്കത്തിൽ ഇവിടെ അടിപൊളിയാ. ഇവർക്ക് കടം കൊടുത്ത് ഞാൻ 1-ാം തീയതി തിരിച്ചു മേടിക്കത്തുള്ളൂ. എനിക്ക് നല്ലോണം പൈസ കിട്ടും. ഭയങ്കര ഇതൊന്നല്ല, ഞാൻ ഇതിനെക്കാട്ടി കുറച്ച് കട്ടിയാക്കുന്നുണ്ട്. അങ്ങനെ തന്നെ നേരത്തെ പറഞ്ഞു 14 അടുത്ത് ഒന്നും പറയരുത്. ചേച്ചി മാരീഡാ? കണ്ടിട്ട് നിനക്ക് തോന്നുന്നു? കണ്ടിട്ട് നിനക്ക് അതാണ് അവർക്ക് ഇഷ്ടം. ഒരു 2 കൊല്ലം മുമ്പാണെങ്കിൽ ഓക്കെ ആയിരുന്നു. ഇപ്പൊ ഞാൻ കുറച്ച് തടി വെച്ചു. അപ്പോൾ ശ്രേയ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ശ്രേയൻ്റെ ഫസ്റ്റ് ബ്രൈഡായിരുന്നു ഞാൻ. എന്നെയാണ് ബ്രൈഡായിട്ട് അവൾ ആദ്യമായിട്ട് മേക്കപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടുണ്ടായത്. ആയോ എനിക്ക് ഓവറായോ കുറച്ച് ദിവസമൊക്കെ കഴുത്ത്. ഓക്കെ ഓക്കെ. സോ ഗൈസ്, അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ടെന്ന് നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ മേക്കപ്പൊക്കെ ചെയ്ത് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ക്യാമറാമാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പോരാത്തതിന് ചെക്കൻ്റെ വീട്ടുകാരെല്ലാം 3 മണിക്കാണ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായത്. അവർ വരുന്ന ടൈമുമായി. അപ്പം അങ്ങനെ എല്ലാവരും കൂടി വന്നു. പിന്നെ ഡാൻസൊക്കെ കളിച്ച് അവർ വന്നു. അതിനുശേഷം നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും അങ്ങനത്തെ എന്തൊക്കെയോ പരിപാടീസായിട്ട് അവിടെ നമ്മൾ ഫാമിലി ഫോട്ടോസും എല്ലാം എടുത്തുകൊണ്ടിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ഗെയിംസൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം ഫുൾ ഗെയിംസും പിന്നെ അതിന് ശേഷമാണ് നമ്മൾ ഹൽദി മഞ്ഞളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ലാസ്റ്റായിരുന്നു. കാരണം മഞ്ഞളൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ ഫോട്ടോസും എല്ലാം എടുക്കുമ്പോൾ കുറച്ച് നമുക്ക് നല്ല നല്ല ഫോട്ടോസ് കിട്ടില്ല എന്ന് വെച്ചിട്ട് ആ പരിപാടി നമ്മൾ ലാസ്റ്റാണ് വെച്ചിട്ടുണ്ടായത്. നമുക്ക് മ്യൂസിക്കൽ ചെയർ ഉണ്ടായിരുന്നു, വടംവലി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ലെമൺ ആൻഡ് സ്പൂൺ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ പരിപാടിയെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു ഡേ ഭയങ്കര മെമ്മറബിളായിട്ട് വന്നു. ഇത് ഇങ്ങനെ ഡോക്യുമെൻ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇനിയും പിന്നെയും കണ്ടുകൊണ്ടിരിക്കാം നമ്മളെ ഇത്. അതായിരുന്നു എൻ്റെ ഉദ്ദേശവും. പിന്നെ എനിക്ക് ഈ വീഡിയോസെല്ലാം എടുത്ത് തന്നത് എൻ്റെ ചേച്ചിയാണ്. അങ്ങനെ ഓരോരാളും എനിക്ക് ഓരോരോ വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് നമുക്ക് എല്ലായിടത്തും വീഡിയോസൊക്കെ ഞാനിങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നോക്കുമ്പോഴാണ് ഇങ്ങനെ ഇത്രയെല്ലാം വീഡിയോസ് ഉണ്ടായിരുന്നു എന്ന് കണ്ടത്. പിന്നെ കുറേയെല്ലാം ഞാനും എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇവരൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കിയെല്ലാം നിങ്ങൾ കണ്ടു നോക്കുക.
ഗെയിം പോകുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കും മോനെ മോനെ സോ ഇതാണ് ശ്രീൻ്റെ ഫാമിലി. ഇത് ശ്രീൻ്റെ അമ്മ, അവൻ്റെ അടുത്തിരിക്കുന്നത് അച്ഛൻ, പിന്നെ നീതുവിനെ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, അത് ഏട്ടൻ്റെ വൈഫാണ്. അപ്പം നമ്മൾ പിന്നെ നേരെ പോയത് ഫാമിലി ഫോട്ടോസ് എടുക്കാനാണ്. ഇത് ശ്രീൻ്റെ ഫാമിലിയാണ്. അതിനുശേഷം പിന്നെ എൻ്റെ ഫാമിലി, അങ്ങനെ ഓരോരാളും വന്ന് നമ്മൾ ഫോട്ടോ സെക്ഷനായിരുന്നു പിന്നെ ഇവിടെ. നമുക്ക് ഗ്രൂപ്പ് ഫോട്ടോസ് ഒക്കെ എന്തായാലും ഹൽദിയുടെ ടൈമിൽ വരും. നിങ്ങൾ വേണ്ടാളെന്ന് അവരെ ഒഴിവാക്കിട്ട് ബ്രോ ഇപ്പുറത്താ നിക്ക് അങ്ങനല്ല. ആ ഓക്കെ ക്ലോസ് ചെയ്ത് ഓക്കെ. നല്ല സ്ഥലം അമ്മ നോക്ക്, കുഞ്ഞു കുഞ്ഞു. അപ്പോൾ ഇതാണ് എൻ്റെ അച്ഛനും അമ്മയും അനിയനും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫാമിലി ഫോട്ടോസ്. ഓക്കെ ആണോ? നീ ഫോണിലേക്ക് നോക്കോ. ഫോണിലാണ്ടെങ്കിൽ ക്യാമറ നോക്ക്, ക്യാമറ നോക്ക്. ബ്രോ ആറ്റിറ്റ്യൂഡ് 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 ബ്രോ. ബോഡി അങ്ങോട്ട് ഫേവർ അല്ല, ഇങ്ങോട്ട് തന്നെ ഒരു പൊട്ടിക്കട്ടെ. ഓക്കെ ഇങ്ങോട്ട് കഴിഞ്ഞു. നമ്മുടെ ഈ ഹൽദി സെറിമണി ഇന്നത്തെ സായാഹ്നം നമുക്ക് വളരെ വൈബാക്കണം. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ പരിപാടിയിൽ വളരെ സജീവമായി പങ്കെടുക്കണം. നമുക്കിതൊരു വലിയ ഒരു എന്താ പറയണ്ടേ, ഒരു ആഘോഷമാക്കി മാറ്റണം നമ്മുടെ ഇന്നത്തെ ഈ സായാഹ്നം. അഞ്ജനയുടെയും ശ്രീഹരിയുടെയും ഹൽദി പരിപാടിയുടെ ഭാഗമായി പല ഈവൻസും നമുക്ക് ഈ സ്റ്റേജിൽ നിന്ന് ചാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം മൈക്കിൽ പ്രസംഗിച്ചതാണ് എൻ്റെ ഇളയപ്പൻ, എൻ്റെ അച്ഛൻ്റെ അനിയനാണ്. അപ്പം അങ്ങനെ നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്തു. ഇതൊക്കെ നമ്മളെ ഫ്രണ്ട്സാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഇപ്പം ഓരോരോ ആൾക്കാരായിട്ട് ഫോട്ടോസ് എടുക്കുന്ന സെക്ഷനാണ്, കഴിഞ്ഞിട്ടില്ല അത്. ഇതൊക്കെ എൻ്റെ കസിൻസാണ്. ഇതും എൻ്റെ കസിനാണ്. അപ്പം നേരത്തെ കണ്ടത് എൻ്റെ അച്ഛൻ്റെ സൈഡിലെ കസിൻസും, ഇതെൻ്റെ അമ്മേൻ്റെ ചേച്ചീൻ്റെ മോളാണ്. മറ്റേതല്ല അച്ഛൻ്റെ അനിയൻ്റെ മക്കളാണ്. അച്ഛൻ്റെ അനിയനും അച്ഛൻ്റെ അനിയത്തിൻ്റെയും മക്കളുണ്ട്. ഇതൊക്കെ ശ്രീൻ്റെ കസിൻസാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ ഫ്രണ്ടാണ് അബി. അപ്പോൾ ഇവരുടെ എൻഗേജ്മെൻറ്റും ഈ നെക്സ്റ്റ് മന്ത് തന്നെ ഉണ്ട് ലാസ്റ്റ്. നമുക്ക് ഈ കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരുന്നതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ടിലുള്ള മ്യൂസിക് മൊത്തം കട്ട് ചെയ്യേണ്ടി വന്നു. അതിട്ടാൽ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂസ് കിട്ടുന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ വോയിസ് ഓവറും ചെയ്തിട്ട് ബാക്കിലത്തെ സൗണ്ട്
പിന്നെ നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നത്. നല്ല രസമുണ്ടായിരുന്നു മ്യൂസിക്കൽ ചെയർ, നല്ല പക്ഷെ എനിക്ക് ഫുള്ള് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം നമുക്ക് ഫോട്ടോ സെക്ഷൻ ആയിരുന്നു അവിടെ നടന്നുകൊണ്ടുണ്ടായത്. സോ ഇടയിലിടയിൽ നമ്മളിങ്ങനെ എത്തി നോക്കുന്നുണ്ടായിരുന്നു ആരാ ജയിച്ചേ ആരാ പോയേന്നൊക്കെ. ഒരു കാര്യം പറ്റുക അല്ല ആരാണ് ഭാഗ്യവാൻ? ഓക്കെ, ഒരു കാര്യം പറ്റുക. മുമ്പിലോട്ട് ഇല്ല. അങ്ങനെ മ്യൂസിക്കൽ ചെയറിൽ ജയിച്ചത് ശ്രീകുട്ടനാണ്. എൻ്റെ കസിനാണ് ജയിച്ചത്. അജിൻ്റെ തോറ്റുപോയി ഗൈസ്. തോറ്റിരിക്കുന്നു. ജയിച്ചിരിക്കുന്നു. തോറ്റ് കൊടുത്തിരിക്കുന്നു അജിൻ. എന്റെ ഈശ്വര അങ്ങനെ ഇതായിരുന്നു ഗൈസ് നമ്മുടെ ലെമൺ ആൻഡ് സ്പൂൺ റൈസ്. ശ്രീ പറയുന്നത് ഓനാ ജയിച്ചതെന്ന്, പക്ഷേ എൻ്റെ കണ്ണിൽ ഞാനാണ് ജയിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ഈ വീഡിയോ നോക്കി പറയും ആരാ ശരിക്കും ലെമൺ ആൻഡ് സ്പൂണിൽ ജയിച്ചതെന്ന്. പരിപാടി കല്യാണമല്ലോ. എങ്ങനെയുണ്ട് ഹൽദി? സൂപ്പർ, അതിഗംഭീരം. അഞ്ജു എങ്ങനെയുണ്ട് പരിപാടി? സൂപ്പർ. മൈലാഞ്ചി കണ്ടോ? ആവേശകരമായ കമ്പവലി മത്സരമാണ്. ഗൈസ്, കമ്പവലിക്ക് നമുക്ക് ഇവരെ സൈഡിൽ മൊത്തം ഫുള്ള് ബോയ്സും നമ്മളെ സൈഡിൽ പിന്നെ ശക്തിയുള്ള ആരും ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ ചെറുതായിട്ട് തോറ്റു പോയത്. എൻ്റെ കൈയെല്ലാം മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റേ ഞാൻ ഭയങ്കര ആവേശത്തിലാണ് കമ്പവലി ഞാൻ നെഞ്ചിലേറ്റിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു ഇത് തമാശക്ക് ഇങ്ങനെ കളിച്ചാൽ മതിയെന്ന്. പക്ഷെ ഞാൻ നല്ല ടൈറ്റിൽ കയറ് പിടിച്ചിട്ട് ലാസ്റ്റ് എൻ്റെ കയ്യിൽ ചെറുങ്ങനെ ഇത് കൊണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ പരിശ്രമിച്ചെങ്കിലും ലാസ്റ്റ് നമ്മൾ ചെറുതായിട്ട് തോറ്റുപോയി ഗൈസ്.
ഞങ്ങൾ ഫുൾ ഗേൾസ് ആണല്ലേ, ബോയ്സ് ആരും ഉണ്ടായിട്ടാ. സാറില്ല പോട്ടെ പോട്ടെ പോട്ടെ. നീലത്തുരുത്തിലെ നീർപ്പരപ്പിൽ നിഴലിടും. അതിനുശേഷമായിരുന്നു ഗൈസ് നമ്മളെ അതിഗംഭീരമായി കുറേ ദിവസങ്ങളായി ഉറക്കണിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്ത ഡാൻസ്. നമ്മളെ ഡാൻസായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ കുഴപ്പമില്ലാതെ കളിച്ചു, കുറേ സ്റ്റെപ്പൊക്കെ തെറ്റിച്ചിട്ടുണ്ട്. പക്ഷേ നല്ല അടിപൊളിയായിട്ട് എല്ലാവരും കളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒട്ടും വിചാരിച്ചിട്ടില്ല ബോയ്സ് നല്ല വൃത്തിക്ക് കളിക്കുന്നു, അവർ നല്ല വൃത്തിക്ക് കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്താ പറയുക, ഇതിന് ശേഷമാണ് നമ്മൾ മഞ്ഞളൊക്കെ ആക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ ഈ ഡാൻസൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സ്റ്റേജിൽ കയറി ഇരുന്നിട്ട് മഞ്ഞളും ഫാമിലീസ് എല്ലാവരും വന്നിട്ട് മഞ്ഞളിൻ്റെ നമ്മൾ ഹൽദി അപ്പോഴാണ് തുടങ്ങുന്നത്. അങ്ങനെ നമ്മൾ ഹൽദി തുടങ്ങി ഗൈസ്. ആദ്യം അച്ഛനും അമ്മയും വന്നിട്ടാണ് ഹൽദി ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അനിയൻ വന്നു. അതിനുശേഷം ഫാമിലീസ് ഓരോരാളായിട്ട് വരാൻ തുടങ്ങി. പിന്നെ അച്ഛൻ്റെ അനിയൻ, പിന്നെ അമ്മേൻ്റെ ചേച്ചി, അങ്ങനെ ഓരോരാളായിട്ടും നമ്മളെ ഹൽദി ഫങ്ഷൻ വളരെ എന്താ പറയുക, ഭയങ്കര രസമായിട്ട് ഇത് പോയിക്കൊണ്ടിരുന്നു. അറ്റ് ലാസ്റ്റ് നമ്മളെ ഈ ഫ്രണ്ട്സ് എല്ലാവരും സ്റ്റേജിൽ വന്നിട്ട് പിന്നെ എന്താ നടന്നതെന്ന് ഒന്നും ഓർമ്മയില്ല. അവർ ഫോമും മറ്റ് എല്ലാ കാര്യങ്ങളും എടുത്ത് വന്നിട്ട് മൊത്തം അങ്ങോട്ട് കൊളാക്കി കയ്യിലങ്ങ് തന്നു. അതിന് ശേഷം ഫോട്ടോസ് ഒക്കെ എടുക്കാൻ അവിടെ നിന്നവരൊക്കെ ഇങ്ങനെ നിന്ന പോലെ ആയിപ്പോയി. സോ ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ, പിന്നെ ഇവരെന്തായാലും ഇപ്പം ഇത് കഴിഞ്ഞിട്ട് ഇവർ തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുവാന്ന്. ഇവർ ലേറ്റ് ആവുമ്പോൾ ഇവർ നിൽക്കൂല. ശ്രീൻ്റെ അവിടെ നിന്ന് വന്നവരെല്ലാം തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുവാന്ന്. സോ നമ്മൾ വേഗം ഫുഡ് കഴിച്ചിട്ട് ഞാൻ വേഗം അത് ക്ലീനൊക്കെ ആക്കിയിട്ട് വീണ്ടും ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ മേക്കപ്പൊക്കെ ചെയ്ത് വന്നിട്ട് വീണ്ടും അവിടെ ഇരുന്നിട്ട് ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഇരുന്നു.
ഗൈസ്, അപ്പോൾ ഇത് രണ്ടും എൻ്റെ അമ്മേൻ്റെ സിസ്റ്ററാണ്, അമ്മേൻ്റെ ചേച്ചിമാരാണ് രണ്ടാളും. അപ്പോൾ ഇതാണ് ഗൈസ് ആ മൊമെൻറ്റ്. നമ്മൾ പിന്നെ എൻ്റെ മേക്കപ്പ് ഇപ്പോൾ ഫുള്ള് തകിടം മറിയുന്ന മൊമെൻറ്റിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇവർ വന്നു, ഫോട്ടോ എടുത്തു, ഫോമൊക്കെ എറിഞ്ഞു, പിന്നെ ഒന്നും ഓർമ്മയില്ല. അപ്പോൾ ഇതായിരുന്നു എൻ്റെ പരിതാപകരമായ അവസ്ഥ. ഇങ്ങനെ ഞാൻ അത്രയും നേരം വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്രയും വൃത്തികേടായിരുന്നു എൻ്റെ കോലം. എൻ്റെ മേക്കപ്പിൻ്റെ അവസ്ഥ നോക്കും, ശ്രേയ കാണണ്ട. പിന്നെ അധികം നേരം അവിടെ നിന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. അതിനുശേഷം ഞാൻ എൻ്റെ ഡ്രസ്സും മേക്കപ്പൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വീണ്ടും തിരിച്ചു വന്നു. പൊന്നേച്ചി ഒന്നും കുളിക്കാൻ മാത്രമോ? ഹലോ ഗായ്സ്, എൻ്റെ ഹെൽത്തി പരിപാടിക്ക് സെക്കൻഡ് ലുക്കാണ്. മഞ്ഞളിന് ശേഷമുള്ള സെക്കൻഡ് ലുക്കാണ് ഗായ്സ്. എല്ലാവരും കോസ്റ്റ്യൂം മാറ്റി. അപ്പോൾ ഹൽദി കഴിഞ്ഞതിന് ശേഷം മര്യാദക്കാരടുത്തും സംസാരിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വന്നതിന് ശേഷം എല്ലാവരുടെ അടുത്തും സംസാരിച്ചിട്ട് പിന്നെ സ്റ്റേജിലൊക്കെ പോയിരുന്ന് പിന്നെ എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ടച്ചപ്പ്. അവിടെ പോലെ അവിടെ ഫോട്ടോ എടുത്തോണ്ടിരിക്കും. എത്രയും പെട്ടെന്ന് മൈക്ക് ഭാര്യയും മക്കളും കാത്തു നിൽക്കുന്നുണ്ട്.
അങ്ങനെ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് നമ്മൾക്ക് കേക്ക് മുറിക്കുന്നതായിരുന്നു. എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഖദീജാൻ്റെയാണ് എനിക്ക് ഈ കേക്ക് കൊണ്ടു തന്നത്. അപ്പോൾ അവരായിരുന്നു എനിക്ക് കേക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ കേക്കൊക്കെ മുറിച്ച് നല്ല നല്ല കുറേ ഫോട്ടോസൊക്കെ വെച്ചതിന് ശേഷം പിന്നെ ഫാമിലീസ് ആയിട്ടുള്ള നമ്മളെ ലാസ്റ്റത്തെ ഗ്രൂപ്പ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇതൊക്കെ ആണ് എൻ്റെ കസിൻസ്, പിന്നെ മൈ ഗ്രേറ്റ് ഫാമിലി, എൻ്റെ ഫാമിലിയും പിന്നെ എല്ലാവരും ആയിട്ടുള്ള ഫോട്ടോസൊക്കെ ഞാൻ ഇതിന് ശേഷം ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ അപ്പോൾ ഇതാണ് നമ്മളെ ഫാമിലി ഫോട്ടോസും പിന്നെ ഹൽദിക്കടുത്ത കുറച്ച് ഫോട്ടോസും ഒക്കെ ഞാനിവിടെ ഷെയർ ആക്കുന്നു. ഇതിലെൻ്റെ അച്ഛൻ്റെ ഫാമിലീസും അമ്മേൻ്റെ ഫാമിലീസും എല്ലാവരും എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ഉള്ള ഫോട്ടോസാണിത്. ഇതാണ് ഗൈസ് എൻ്റെ അച്ഛനും അച്ഛമ്മയും. ഞാൻ ഇന്ന് യൂട്യൂബിലിടും ഗൈസ്. എന്റെ കല്യാണത്തിന് വരാത്ത എന്റെ കല്യാണത്തിന് ഗൈസ് ഇത് നമ്മൾ കഷ്ടപ്പെട്ടിട്ട് കുറേ ദിവസമായിട്ട് ഒരു ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നതാണ് കേട്ടോ ഇത്. എന്നിട്ട് ലാസ്റ്റ് നമ്മളത് ഇട്ടിട്ട് കൂടിയില്ല. നമുക്ക് മറ്റേതോ ബിരിയാണി ഇത് കഴിഞ്ഞു ഗൈസ്. ഇനി മേക്കപ്പ് ഒക്കെ റിമൂവ് ആക്കണം. ഇനി നാളെ രാവിലെ കാണാനുണ്ട്. ഞാൻ സൂം ആക്കി എടുത്തിട്ടുണ്ട്. 3 മണിയാകുമ്പോഴത്തേക്കും ടെമ്പിൾ ഷൂട്ടിന് വേണ്ടിയിട്ട് എഴുന്നേക്കണം. അപ്പോൾ ബാക്കി വീഡിയോ നാളെ. ഓക്കെ ബൈ. ഈ ഒരു ഗിഫ്റ്റ് എനിക്ക് എൻ്റെ അമ്മേൻ്റെ ഫ്രണ്ട് തന്നത് കേട്ടോ, ജിഷാൻഡി. പരിപാടിയൊക്കെ കഴിഞ്ഞ് സ്റ്റേജൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട് ഗൈസ്. നാളെ രാവിലെ ടെമ്പിൾ ഷൂട്ടിന് പോകണം, മറ്റന്നാൾ കല്യാണം. അപ്പോൾ താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ് മൈ ഹൽദി വ്ളോഗ്. ഇനി അടുത്ത വെഡ്ഡിങ് വ്ളോഗൊക്കെ വരുന്നതായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.